അപൂർവമായി മാത്രം പൂക്കുന്ന കായാമ്പൂ സ്വന്തം വീട്ടുമുറ്റത്ത് വിരിഞ്ഞു കണ്ട സന്തോഷത്തിലാണ് ചാത്തമംഗലം ചൂലൂർ സ്വദേശി തൈക്കണ്ടിയിൽ വാസുദേവൻ. 15 വർഷത്തോളമായി വീട്ടുമുറ്റത്തെ പൂന്തോട്ടത്തിൽ ചട്ടിയിൽ വളർത്തുന്ന 2 കായാമ്പൂ ചെടികളാണ് പൂത്തുലഞ്ഞത്. വളരെയേറെ ഔഷധ ഗുണമുള്ള കായാമ്പൂ വീട്ടുവളപ്പിൽ പൂവിട്ടത് നാട്ടുകാർക്കും കൗതുക കാഴ്ചയായി. കവിഭാവനയിൽ കണ്ണിൽ വിടർന്ന കായാമ്പൂ സ്വന്തം വീട്ടുമുറ്റത്ത് പൂത്തതിന്റെ സന്തോഷത്തിലാണ് ചാത്തമംഗലം ചൂലൂർ സ്വദേശി തൈക്കണ്ടിയിൽ വാസുദേവൻ. പൂന്തോട്ടത്തിലെ ചട്ടിയിൽ വളർത്തുന്ന 2 കായാമ്പൂ ചെടികളാണ് ഇത്തവണ പൂത്തത്. സുഗന്ധം പരത്തി പൂത്തുലഞ്ഞു നിൽക്കുന്ന ഈ പുഷ്പം മലയാളിയുടെ സൗന്ദര്യ സങ്കല്പത്തിന്റെ പ്രതീകം കൂടിയാണ്. നിരവധിയായ വിശേഷണങ്ങളും ഔഷധ ഗുണങ്ങളും ഉള്ള കായാമ്പൂ അപൂർവമായി മാത്രമാണ് പൂക്കാറുള്ളത്. പതിനഞ്ച് വർഷം മുമ്പാണ് വീടിന് തൊട്ടടുത്ത ചെങ്കൽക്കുന്നിൽ നിന്ന് വാസുദേവൻ കായാമ്പൂവിന്റെ തൈകൾ ശേഖരിച്ചത്. 3 വർഷം മുമ്പ് ഒരു ചെടി പൂത്തിരുന്നു. അതിനുശേഷം ഈ വർഷമാണ് 2 ചെടിയും ഒരുമിച്ച് പൂവിട്ടത്. തന്റെ മുറ്റത്ത് കായാമ്പൂ വിരിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്നും പൂത്താൽ 1 മാസം വരെ നിൽക്കുന്ന കായാമ്പൂ കാണാൻ മറ്റു ജില്ലകളിൽ നിന്നുൾപ്പെടെ ആളുകൾ എത്താറുണ്ടെന്നും വാസുദേവൻ പറഞ്ഞു. ഒരു മരം കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം പൂത്തിരുന്നു. ഈ പ്രാവശ്യം ആദ്യമായിട്ടാണ് പൂക്കുന്നത്. ഇത് ഇന്ത്യ എത്തിയിട്ട് ഒരു 15 വർഷത്തിലധികമായി. അതിന് മുന്നേ ഒരു 10 വർഷത്തോളം മുന്നേ തന്നെ അതിന് പ്രായം ഉണ്ടാവുണ്ടാവും. ഏകദേശം 10-25 വർഷം പ്രായം ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു ധാരണ. ഈ ചെടി വളരെ അപൂർവമായിട്ട് ഇപ്പോൾ കാണാറുള്ളൂ. പണ്ടൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. ഈ ചെങ്കൽ പാറയുടെ പുറത്താണ് ഇത് അധികം ഉണ്ടാവാറുള്ളത്. ചട്ടിയിൽ നമ്മളെടുത്ത് വളർത്തി ഇത് പൂക്കുമോ ഇല്ല എന്നൊക്കെയുള്ള ഒരു ആശങ്ക ഉണ്ടായിരുന്നു. പിടിച്ചു കിട്ടാൻ കുറച്ച് ടൈം എടുത്തിരുന്നു. അപ്പോൾ ഈ കോറികളും ഇങ്ങനെയൊക്കെ വന്നതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോൾ അപ്രത്യക്ഷമായ ഒരു മരം എന്ന രീതിയിൽ തന്നെയാണ് ഇതിനെ അപൂർവമായിട്ട് ഈ മരം തന്നെ കാണാറുള്ളൂ. കായാമ്പൂ ചെടിക്ക് പുറമെ വാസുദേവന്റെ വീട്ടുമുറ്റത്ത് മറ്റു ചെടികളും അലങ്കാര മത്സ്യങ്ങളും ചെറുതേനീച്ചയും വളർത്തിവരുന്നു. ഇതിൽ വേറിട്ട കാഴ്ചയാണ് ബോൺസായി തെങ്ങുൾപ്പെടെയുള്ള ബോൺസായി ചെടികൾ. പരിസ്ഥിതി സ്നേഹി കൂടിയായ വാസുദേവൻ തന്റെ വീട് നിർമ്മിച്ചത് മരങ്ങളൊന്നും മുറിച്ചു മാറ്റാതെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ കനത്ത ചൂടിലും വാസുദേവന്റെ വീടും പരിസരവും തണുത്ത അന്തരീക്ഷമാണ്. അപ്പം ഒരു പുതിയ വീട് വെച്ച സമയത്തും പ്രകൃതിയോട് ഇണങ്ങുന്ന രീതിയിലേക്ക് അതിൻ്റെ കൺസ്ട്രക്ഷൻ വരണം എന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം നിലവിലുള്ള മരങ്ങളൊക്കെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് നമ്മൾ ആ വീട് വെച്ചിട്ടുള്ളത്. പല ആളുകളും അതിനെ ടാങ്കിലേക്ക് ഇറങ്ങും, വെയിൽ വരും എന്നൊക്കെ പല പ്രശ്നങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനൊക്കെ തരണം ചെയ്ത് നമ്മളൊരു ഇഷ്ടത്തിനനുസരിച്ചുള്ളൊരു വീട് തന്നെയാണ് വെച്ചിട്ടുള്ളത്. പ്രഭാതത്തിൽ തേനീച്ചകളും ചെറുപ്രാണികളും പൂവിൽ നിന്നും തേൻ നുകരാൻ എത്തുന്ന കാഴ്ചയും മനോഹരം. കേരള വിഷൻ കേബിൾ ഓപ്പറേറ്ററും COA ഭാരവാഹിയുമായ വാസുദേവന് ഭാര്യ പ്രജീബ, മക്കളായ അലീന, വർസാൻ എന്നിവരുടെ പൂർണ്ണ പിന്തുണയും ഒപ്പമുണ്ട്. ന്യൂസ് ബ്യൂറോ, മുക്കം.